മൊബൈൽ ഫോണുകളുടെ തുടക്കത്തിൽ തരംഗം സൃഷ്ടിച്ച കമ്പനിയാണ് നോക്കിയ. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡായിരുന്നു. എന്നാൽ അടുത്ത ജനറേഷൻ ഫോണുകൾ എത്തിയതോടെ നോക്കിയ തകർന്നു വീണു. ഇപ്പോൾ മലയാളികളുടെ പോലും ചോയ്സ് അല്ല നോക്കിയ. എന്താണ് നോക്കിയയ്ക്ക് സംഭവിച്ചത്? അതിലേക്ക് വരും മുമ്പ് ഒരു സെൻസേഷണൽ റിപ്പോർട്ടിനെ കുറിച്ച് പറയാം. ലോകത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള സാമ്പത്തിക രാഷ്ട്രീയ മാധ്യമമാണ് ദി എക്കണോമിസ്റ്റ്. ഏറ്റവും ആധികാരികവും സമഗ്രവുമായ റിപ്പോർട്ടുകളാണ് ഈ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ വില നൽകി ദി എക്കണോമിസ്റ്റ് വാങ്ങി വായിക്കുന്നത്. ദി ഇക്കണോമിസ്റ്റിൽ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. നിലവിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള മൊബൈൽ ഫോണാണ് ആപ്പിൾ ഐഫോൺ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് വില കൂടിയ ഫോണെന്നാൽ ഐഫോണാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഫോണിലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടെ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഒപ്പം ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇതൊക്കെയാണ് ഐഫോണിനെ ജനപ്രിയ ബ്രാൻഡാക്കി നിലനിർത്തുന്നത്. അതിനാൽ ഐഫോണിനെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. വിപണിയിൽ തിളങ്ങി നിന്ന നോക്കിയയ്ക്ക് എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് തകർന്നു വീണു സ്കാൻഡിനേവിയൻ രാജ്യത്തു നിന്നുള്ള ഈ മൊബൈൽ ഫോൺ ബ്രാൻഡ്. ഇപ്പോൾ വിപണിയിലെ ശക്തമായ സാന്നിധ്യമേ അല്ല നോക്കിയ. മൊബൈൽ ഫോണുകൾ വലിയ മാറ്റത്തിന് വിധേയമായ കാലത്ത് സ്വന്തമായി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പിറകെ പോയി നോക്കിയ. അത് തകർന്നുപോയി. പിന്നെ ആൻഡ്രോയിഡ് ഫോണുകൾ ഇറക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ നോക്കിയയ്ക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ പറ്റിയില്ല. പടുകുഴിയിലേക്ക് മൂക്കുകുത്തി വീണു. ഇതേ വിധി ഐഫോണിനും ഉണ്ടാകുമെന്നാണ് പ്രവചനം. അടുത്ത 2 വർഷത്തിൽ നോക്കിയയുടെ അതേ അവസ്ഥ ഐഫോണിനും ഉണ്ടാകുമെന്നാണ് ദി ഇക്കണോമിസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വെറുതെ പറയുകയല്ല, ആധികാരികമായി തന്നെ ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഐഫോൺ ആരാധകരും ഉപഭോക്താക്കളും മാത്രമല്ല, ലോകം മുഴുവൻ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു. ഈ റിപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ആപ്പിൾ ഇന്ത്യയിൽ കൂടുതൽ ഐഫോണുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം ഐഫോണിൽ AI സംവിധാനം ഒരുക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനിക്ക് വലിയ കുതിപ്പാണ് ഉണ്ടായത്. അതായത് US ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം. ഒരു ദിവസം $200 ബില്യൺ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതേ ഐഫോൺ തന്നെയാണ് തകരാൻ പോകുന്നതായി റിപ്പോർട്ടും വരുന്നത്. എന്താണ് ഐഫോണിന് തിരിച്ചടിയാകുന്നത്? ചാറ്റ് GPT AI ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്ന സ്വീകരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. ലോകത്ത് ഏറ്റവും അധികം ചാറ്റ് GPT ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരാണ്. ആപ്പിളിൻ്റെ മൂല്യമുയർത്തിയ AI പ്രഖ്യാപനം നടപ്പാക്കിയത് വലിയ ഫ്ലോപ്പായി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. AIയുടെ കാര്യത്തിൽ ചാറ്റ് GPTയുമായൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ആപ്പിളിന് സാധിച്ചില്ല. ഇത് ആപ്പിളിന് വലിയ തിരിച്ചടിയായി. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്റ്റോക്ക് മാർക്കറ്റിൽ ആപ്പിൾ മൂല്യം പെരുപ്പിച്ചു നിർത്തുകയാണെന്നും ദി ഇക്കണോമിസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്തുകൊണ്ടാണ് നോക്കിയയുടെ പതനം തന്നെ ഐഫോണിനും സംഭവിക്കുമെന്ന് ഇക്കണോമിസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്? ചാറ്റ് GPTയും ആമസോണും AI ഫോണുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. അതായത് ആപ്പിൾ പരാജയപ്പെട്ടെടുത്ത് ഈ കമ്പനികൾ വിജയിച്ചിരിക്കുന്നു. അതായത് AI മേഖലയുടെ കുത്തക ഓപ്പൺ AI ചാറ്റ് GPTക്കും ആമസോണിനും ഗൂഗിളിനുമായി മാറിയിരിക്കുന്നു. അവർ ഫോൺ ഇറക്കുമ്പോൾ അതിനോട് പിടിച്ചു നിൽക്കാൻ ആപ്പിളിന് കഴിയില്ല എന്നാണ് പ്രവചനം. ഇത്തരത്തിൽ വിവിധ പ്രശ്നങ്ങളാണ് ആപ്പിൾ നേരിടുന്നത്. അതിനെ സർവൈവ് ചെയ്യാൻ ആപ്പിളിന് ബുദ്ധിമുട്ടാണെന്നാണ് നിഗമനം. എന്തായാലും ഈ പ്രവചനം മറികടക്കാൻ ലോകത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള ബ്രാൻഡ് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും? ലോകം അതാണ് ഉറ്റുനോക്കുന്നത്.